HDFC സെക്യൂരിറ്റീസ് നിലവിലിപ്പോൾ നവീൻ ഫ്ലൂറൈൻ ഇൻ്റർനാഷണലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബൈ റേറ്റിംഗ് നൽകിയിരിക്കുകയാണ്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനി ഓൾ സിലിണ്ടേഴ്സിൽ ഫയറപ്പ് ചെയ്യുന്നു എന്നൊരു കാര്യമാണ് നിലവിലിപ്പോൾ HDFC സെക്യൂരിറ്റീസ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതായത് കമ്പനി വളരെ പോസിറ്റീവായിട്ട് കമ്പനിയുടെ എല്ലാ സെഗ്മെൻറ്റും നിലവിൽ ഒരേപോലെ തന്നെ പെർഫോമൻസ് നടത്തി വരുന്നു എന്നൊരു പോസിറ്റിവിറ്റി നിലവിലിപ്പോൾ കമ്പനിയിൽ നിലനിൽക്കുന്നു. ഒരു മൾട്ടി ഇയർ ഗ്രോത്ത് വിസിബിലിറ്റി നിലവിലിപ്പോൾ നവീൻ ഫ്ലൂറൈനിൽ നിലനിൽക്കുന്നു എന്നൊരു കാര്യം കൂടിയാണ് അവരിപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നിലവിലിപ്പോൾ 21% അപ്സൈഡ് പൊട്ടൻഷ്യൽ നവീൻ ഫ്ലൂറൈൻ്റെ ഓഹരിയിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. 7,000 രൂപയാണ് നിലവിലിപ്പോൾ ടാർഗറ്റ് പ്രൈസായിട്ട് നിലവിലിപ്പോൾ നവീൻ ഫ്ലൂറൈനിൽ നിലവിലിപ്പോൾ HDFC സെക്യൂരിറ്റീസ് പറഞ്ഞിരിക്കുന്നത്. കമ്പനിയുടെ ഒരു EPS ഗ്രോത്തൊക്കെ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ അടുത്ത 3 വർഷ കാലയളവിൽ ഏകദേശം 23% CAGR ഗ്രോത്ത് കമ്പനിക്ക് ഏർണിങ്സ് പെർ ഷെയറിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് 104 രൂപ എന്ന് പറഞ്ഞെടുത്ത് നിന്ന് കമ്പനിയുടെ EPS 195 രൂപയിലേക്കുള്ള ഒരു വർധനവ് രേഖപ്പെടുത്താനുള്ള ഒരു സാധ്യതയുണ്ട്. റവന്യൂ ഗ്രോത്ത് പരിശോധിക്കുകയാണെങ്കിൽ 2025 സാമ്പത്തിക വർഷത്തിലെ കമ്പനിയുടെ വരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2,349 കോടി രൂപയായിരുന്നു. ഈ ഒരു നിരക്കിൽ നിന്ന് 4,833 കോടി രൂപയായിട്ട് 2029 സാമ്പത്തിക വർഷമാകുമ്പോഴേക്കും കമ്പനിക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അതായത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു 4 സാമ്പത്തിക വർഷങ്ങൾ മുൻപോട്ട് പോകുമ്പോഴേക്കും ഏകദേശം നിലവിൽ ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഏകദേശം വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. അതായത് ഏകദേശം ഒരു പെർ ഇയർ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ റവന്യൂയിൽ ഏകദേശം 25% ഒരു ഗ്രോത്ത് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. എബിഡ പരിശോധിക്കുകയാണെങ്കിലും നിലവിലെ 530 കോടി രൂപയിൽ നിന്നും 1,441 കോടി രൂപയുടെ ഒരു വർധനവും കൂടിയാണ് നിലവിലിപ്പോൾ നവീൻ ഫ്ലൂറൈനിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് തന്നെയാണ് HDFC സെക്യൂരിറ്റീസ് നിലവിലിപ്പോൾ നവീൻ ഫ്ലൂറൈനിൽ പങ്കുവച്ചിരിക്കുന്നത് എന്നൊരു കാര്യം കൂടിയാണ് നമുക്ക് പറയാനായിട്ടുള്ളത്.